ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗെയിൻ. അപ്പോൾ നമുക്ക് ജയ്സൽമീർ ട്രിപ്പിൻ്റെ പാർട്ട് 4 പോവാം. നമ്മൾ ഇന്ന് പോകുന്നത് പാകിസ്ഥാൻ ബോർഡർ കാണാനാണ്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ പോകുന്ന വഴി, ഇങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളുടെ റിസോർട്ടിൽ നിന്ന് ഒരു 100 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേയുടെ ഒരു ആഫ്റ്റർനൂൺ സെഷനിലാണ് നമ്മൾ പോയത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന മരുഭൂമികളായിരുന്നു കാണാനുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് ദൂരം, ഒരു 50 കിലോമീറ്റേഴ്സോളം ഇങ്ങനെ ഡെസേർട്ട്, ഇങ്ങനെ ഇതുപോലെ ഒരു ചെറിയ ഗ്രീനറി ഉള്ള ഡെസേർട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു മന്ദിർ, ഒരു അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ അമ്പലത്തിൻ്റെ അവിടെ കുറച്ച് ഇതുപോലെ തന്നെ ഈ കാണുന്ന വെപ്പൺസൊക്കെ ചെറുതായിട്ട് ഷോക്കായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മന്ദിറിൻ്റെ അവിടെ തന്നെ ഉള്ളൊരു സെക്ഷനാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ പിന്നെയും യാത്ര തിരിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ നിന്നും നമുക്കൊരു 50 കിലോമീറ്റേഴ്സ് പോകാനുണ്ട്. അപ്പോൾ ഈ 50 കിലോമീറ്റേഴ്സ് മുഴുവൻ ഇതുപോലെ ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ കാണാനും പ്രത്യേകിച്ച് ഒന്നുമില്ല, വേറെ ഒരു മനുഷ്യനെ പോലും കാണില്ല. ഒരു കടയോ എന്തെങ്കിലും എനിക്ക് ശരിക്കും ഇടയ്ക്ക് നോക്കുമ്പോൾ പേടിയാവുമായിരുന്നു. കാരണം നമ്മൾ പോകാൻ പോകുന്നത് പാകിസ്ഥാൻ്റെ ബോർഡറിലോട്ടാണ്. പിന്നെയാണെങ്കിൽ ഇടയിലൊന്നും ഒരു ആൾതാമസമോ മനുഷ്യരോ ഒരു ആനിമൽസ് പോലും കാണാനില്ല എന്ന് പറഞ്ഞ പോലെയായിരുന്നു. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും നമ്മുടെ പോകുന്ന ബസ്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ട്രബിൾ വന്നാൽ തന്നെ നമ്മളാകെ പെട്ടുപോകുന്ന ഒരവസ്ഥയാണ്. പിന്നെ നമ്മൾ പോകുന്നത് ഒരു 4-5 ബസ്സുകാർ ഒരുമിച്ചാണ് പോകുന്നത്. ആ ഒരു ചെറിയ ധൈര്യം ഉണ്ട്. എന്നാലും എന്താ പറയുക, ഇതിപ്പോൾ ഈ ഒരു 100 കിലോമീറ്റർ ഉള്ളിലോട്ട് ഒന്നുമില്ല എന്ന് പറയില്ല, ആരും കാണാനില്ല, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ശരിക്കും പേടിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഇപ്പോൾ എത്തുന്നത് ലോങ്കേവാല വാർ മെമ്മോറിയലിലേക്കാണ്. ഇപ്പോൾ നമ്മൾ വാർ മെമ്മോറിയൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ 100 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇതാണ് ഒരു ചെറിയൊരു സ്റ്റേഷനായിട്ട്. കുറച്ച് അവിടെയും പ്രത്യേകിച്ച് സ്റ്റാളുകളോ കടകളോ അങ്ങനെ ആൾതാമസം ഒന്നുമില്ല. ഈ ഒരു ചെറിയൊരു വാർ മെമ്മോറിയലായിട്ട് ഈ ഒരു ചെറിയൊരു പാർക്ക് പോലെ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ആർമിയുടെ ഒരു ചെറിയ ക്യാമ്പുമാണുള്ളത്. ഇവിടെ നിന്നും ഒരു 15 കിലോമീറ്റർ ദൂരമാണ് പാകിസ്ഥാൻ്റെ ബോർഡർ. ആക്ച്വലി ഈ ബോർഡർ നമുക്ക് വിസിറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നതാണ്. ഇപ്പോൾ ഞങ്ങളും ബോർഡർ കാണും എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ഇപ്പോൾ നിങ്ങളെയൊക്കെ ഞാൻ പറ്റിച്ചില്ലേ, അതുപോലെ അവരും പറ്റിച്ചു. പോകാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. അപ്പോൾ ബോർഡർ കാണാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ബോർഡർ കാണാൻ പറ്റില്ല. ഇവിടെ വരെ വരാൻ പറ്റുള്ളൂ, ലോങ്കേവാല വാർ മെമ്മോറിയൽ വരെ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ വാറിന് യുദ്ധത്തിനായിട്ട് യൂസ് ചെയ്യുന്ന വെപ്പൺസും, പിന്നെ 1971 ഒരു വാർ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് കുറച്ച് പട്ടാളക്കാർ രക്തസാക്ഷികളായിട്ടുണ്ട്. അവരുടെ ഒരു മെമ്മോറിയലിന് വേണ്ടിയിട്ട് അവരുടെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ഈ ചെറിയ വെപ്പൺസിൻ്റെ മോഡൽസും അതൊക്കെയാണ് കാണാനുണ്ടായിരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ ഇവിടെ ആകെ ഒരു കഫേയാണ് ഉണ്ടായിരുന്നത്. അതാണ് നേരത്തെ നമ്മൾ കണ്ടത്, ബോർഡർ കഫേ എന്നാണ് അതിൻ്റെ പേരും. ഇത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒന്നുമില്ലാന്ന് തോന്നുന്നു, വേറെ ചിലപ്പോൾ ഒന്നും കിട്ടില്ലായിരിക്കും. അവിടെ തന്നെ വളരെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ. കാരണം ഈ ഒരു കടയിലേക്ക് തന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു 100 കിലോമീറ്റർ അപ്പുറത്തോട്ടാണ് പിന്നെ ഒരു ആൾതാമസം കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യൽ ഫീലായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നും ഇല്ലാത്ത പോലെ തോന്നിയെങ്കിലും നമ്മൾ നെക്സ്റ്റ് ഒരു സെക്ഷനിൽ നമ്മുടെ ആർമി ഈ വാറ് എന്തെങ്കിലും ഒരു അറ്റാക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അവർ ഫൈറ്റ് ചെയ്യുന്നതെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ബാരിയേഴ്സും അതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു ചെറിയൊരു പുതിയതായിട്ട് എന്തൊക്കെയോ കാണുന്ന പോലെ. ഇതാണ് ഇവിടെ കണ്ടോ, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 15 കിലോമീറ്റേഴ്സാണ് ബോർഡറിലോട്ടുള്ളത്. പിന്നെ ഇതായിരുന്നു ആ സ്ഥലം, നമ്മുടെ ആർമിയുടെ ക്യാമ്പാണ് അവിടെ. അപ്പോൾ അവിടെ അവർ ഇൻ കേസ് എന്തെങ്കിലും അറ്റാക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനും ആ സമയത്ത് അവർക്ക് തിരിച്ചറ്റാക്ക് ചെയ്യാനൊക്കെയുള്ള ആ ഒരു സെറ്റപ്പൊക്കെയാണ് അവിടെ കണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടെ കാണാനുണ്ടായിരുന്നത്. ഞങ്ങളുടെ ഒരു ഈ ചൂട്ടത്ത്, ഒരു ഹൈ ടെമ്പറേച്ചറായിരുന്നു അവിടെ. ആ ചൂട്ടത്ത് ഞങ്ങൾ പോയി ഇതൊക്കെയാണ് അവിടെ കണ്ടുവന്നത്. അത് ഞങ്ങളുടെ ഒരു ഫോട്ടോയും അവിടെ നിന്ന് എടുത്തായിരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗാണ്. ലാസ്റ്റ് ഞങ്ങൾ വൈകിട്ടായി തിരിച്ചു വരാറായി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.